നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയെ അപമാനിച്ചുവെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ട് രാഹുൽ ഈശ്വറിന്റെ ഭാര്യയായിട്ടുള്ള ദീപ രാഹുൽ ഈശ്വർ രംഗത്ത് വരികയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് രാഹുൽ ഈശ്വറിനെ എയർ ക്യാമ്പിൽ എത്തിച്ചത്. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കസ്റ്റഡിയിൽ പോലീസ് എടുക്കുകയായിരുന്നു. സ്വന്തം വാഹനത്തിൽ തന്നെയാണ് രാഹുൽ ഈശ്വർ എയർ ക്യാമ്പിലെത്തിയത്. അതിന് പുറത്താണ് ഭാര്യയായിട്ടുള്ള ദീപ രാഹുൽ ഈശ്വർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നത്. ഇരയായ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് ഉദ്യോഗസ്ഥർ എത്തിയതെന്നാണ് ദീപ പറയുന്നത്. എന്നാൽ പെൺകുട്ടിയുടെ പേര് രാഹുൽ ചേട്ടൻ വെളിപ്പെടുത്തിയിട്ടില്ല. അത് കളവാണെന്നാണ് ദീപ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ഘട്ടത്തിലും പെൺകുട്ടിയുടെ ചിത്രമോ പേരോ വെളിപ്പെടുത്തിയിട്ടില്ല. അത് പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വർ പരാതിക്കാരിക്കെതിരെയല്ല പ്രതികരിച്ചത്, പുരുഷന്മാർക്ക് വേണ്ടിയാണ് പ്രതികരിച്ചത്. ആ കുട്ടി പറയുന്നതും പലതും കളവാണ്. കളവ് പറഞ്ഞ് ശ്രദ്ധ നേടേണ്ട ആവശ്യമില്ലല്ലോ. അതേക്കുറിച്ചാണ് രാഹുൽ പ്രതികരിച്ചത്. പുരുഷന്മാർക്ക് വേണ്ടിയാണ് രാഹുൽ ഈശ്വർ സംസാരിച്ചത്. അവർക്ക് വേണ്ടി സംസാരിക്കാനും ആരെങ്കിലും വേണ്ടേ എന്നും ദീപ രാഹുൽ ഈശ്വർ ചോദിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് സൈബർ പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരത്തെ തൈക്കാട്ടെ AR ക്യാമ്പിലേക്ക് എത്തിച്ചു. IT ആക്ട് 4366, BNS 72, 79, 351(1), 351(2) തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുകയും ചെയ്തുവെന്ന പരാതിയിലാണ് കസ്റ്റഡിയിലെടുത്തത്. രാഹുലിന്റെ ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോൺ തുടങ്ങിയവയും പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി രാഹുൽ ഈശ്വർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകൾ, വീഡിയോ ദൃശ്യങ്ങൾ എന്നിവയും അതിജീവിതയെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന തെളിവുകൾ സഹിതമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. പെൺകുട്ടി നൽകിയ തെളിവുകളും വിശദമായി പരിശോധിച്ചതിനു ശേഷം പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യത്തിലാണ് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് അല്പസമയങ്ങൾക്ക് മുൻപാണ് രാഹുലിനെ തിരുവനന്തപുരത്തെ AR ക്യാമ്പിൽ എത്തിച്ചത്. സൈബർ SP-യുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചനകൾ. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന ആരോപണത്തിൽ 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ, ഒന്നാം പ്രതിയായിട്ടുള്ള കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, രാഹുൽ ഈശ്വർ, ദീപ ജോസഫ് എന്നിവരും പ്രതികളാണ്. അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്തി, സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു തുടങ്ങിയ പരാതികളിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ രാഹുൽ ഈശ്വർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. AR ക്യാമ്പിൽ രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതി നൽകിയ യുവതിക്ക് നേരെ സൈബർ അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറും പോലീസ് കസ്റ്റഡിയിലാണ്. പരാതിക്കാരിക്കെതിരായ സൈബർ ഇടത്തിൽ അധിക്ഷേപം നടത്തിയെന്നും അതിജീവിതയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്നുമാണ് രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയ കുറ്റം. വൈകുന്നേരത്തോടെയാണ് സൈബർ പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ശേഷം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് രാഹുൽ ഈശ്വറെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. രാഹുലിന്റെ ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോൺ തുടങ്ങിയവയും പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് അല്പസമയങ്ങൾക്ക് മുമ്പാണ് രാഹുലിനെ തിരുവനന്തപുരത്തെ AR ക്യാമ്പിൽ എത്തിച്ചത്. വൈകാതെ ചോദ്യം ചെയ്യും. സൈബർ SP-യുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. രാഹുലിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് സൂചനകൾ. പരാതിക്കാരി നൽകിയ പരാതിയിലാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. രാഹുൽ ഈശ്വർ ഉൾപ്പെടെ 4 പേരുടെ URL ആണ് പരാതിക്കാരി സമർപ്പിച്ചത്. ഇത് പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നത്. സന്ദീപ് വാര്യരുടെയും 2 വനിതകളുടെയും URL ഉൾപ്പെടെ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നിർണായക നീക്കം. പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള സൈബർ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചിലർ ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങൾ നടത്തിയ സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ളവ ചേർത്താണ് അതിജീവിത പരാതി നൽകിയത്.
കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ, സന്ദീപ് വാര്യർ അടക്കമുള്ളവർ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ പോസ്റ്റുകൾ പങ്കുവച്ചതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇരയിലേക്ക് സൂചന നൽകുന്ന വിവരങ്ങളുമായി രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്തിരുന്നു എന്നാണ് പരാതി ഉയർന്നത്. രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് കാണിച്ച് സന്ദീപ് വാര്യർ പിന്നാലെ പോസ്റ്റിട്ടു. CPM MLA മുകേഷിനും കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെയുള്ള പീഡനക്കേസ് കള്ളക്കേസാണെന്ന് തന്ത്രി കുടുംബാംഗം രാഹുൽ ഈശ്വർ നേരത്തെ നിലപാട് സ്വീകരിച്ചത്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിക്ക് 49 ക്രിമിനൽ കേസുകളുണ്ടെന്ന് ഹൈക്കോടതിയുടെ വിധിയിലുണ്ട്. പീഡനക്കേസ് നേരിടുന്ന മുകേഷിനും എൽദോസ് കുന്നപ്പള്ളിക്കും അനുകൂലമായി കോടതിയിൽ നിന്ന് നിരീക്ഷണങ്ങൾ ഉണ്ടെന്നും രാഹുൽ വാദിച്ചിരുന്നു. എപ്പോഴും രാഹുൽ ഈശ്വർ ഈ പറയുന്ന പോലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള വാദങ്ങൾ പലപ്പോഴും ചാനൽ ചർച്ചകളിലൂടെയും അല്ലാതെയും മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ അദ്ദേഹം പറയുന്നത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിലവിൽ ദീപ ഈശ്വർ അടക്കം പറയുന്നത് രാഹുൽ ഒരു തരത്തിലും ഇരയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ്. ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. ഈ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും തെളിവുകൾ ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടതിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും രാഹുലിനെതിരെയുള്ള അടുത്ത നീക്കങ്ങൾ നടത്തുക. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തെരച്ചിലും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ എത്താൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം തന്നെ പോലീസ് അന്വേഷണം വലിയ രീതിയിലാണ് നടക്കുന്നത്.